ക്രിക്കറ്റിലെ എൽ ക്ലാസിക്കോ മത്സരം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ഇന്ത്യ പാകിസ്ഥാൻ മാച്ചാണെന്ന്. അത്തരത്തിലൊരു മാച്ചിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. T20 സീരീസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചുകളിലെ ചില കണക്കുകൾ നമുക്ക് പരിശോധിക്കാം. പ്രധാനമായി കാണേണ്ടത് T20 റെക്കോർഡുകളെയാണ്. അതായത് ആകെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഉണ്ടായിട്ടുള്ളത് 12 തവണയാണ്. അതിൽ 9 എണ്ണത്തിൽ ഇന്ത്യ വിജയിച്ചു. 3 എണ്ണത്തിൽ മാത്രമാണ് പാകിസ്ഥാൻ വിജയം കണ്ടത്. ഒരു കളി അതിൽ സൂപ്പർ ഓവറിലേക്ക് വഴിമാറുന്ന സാഹചര്യം കൂടി ഉണ്ടായി. മറ്റൊന്ന്, ഇരു ടീമുകളിലും ഉയർന്ന സ്കോർ ആർക്കാണ് എന്നുള്ളതാണ്. 192-ൽ 5 വിക്കറ്റ് നഷ്ടപ്പെട്ട ആ കളിയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. മറ്റൊന്ന്, പാകിസ്ഥാനെ സംബന്ധിച്ച് 182 റൺസിൽ 9 പേര് ഔട്ടായ ആ ഒരു മാച്ചും. ഇനി പരിശോധിക്കേണ്ടത് ഏറ്റവും താഴ്ന്ന സ്കോർ, അത് പാകിസ്ഥാന് തന്നെയാണ്. 83 റൺസിൽ 10 വിക്കറ്റ് നഷ്ടത്തിലാണ് ആ സ്കോർ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് 133 റൺസിൽ 9 വിക്കറ്റ് പോകുന്ന ആ ഒരു സാഹചര്യം. ഇനി വ്യക്തിഗത റെക്കോർഡുകളെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് റൺവേറ്റയിൽ ആദ്യമായി നിൽക്കുന്ന, അല്ലെങ്കിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് വിരാട് കോഹ്ലിയാണ്. പറയുന്നത് പോലെ തന്നെ 488 റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. 2-ാം സ്ഥാനത്തേക്ക് വന്നാൽ മുഹമ്മദ് റിസ്വാനാണ് 197 റൺസുമായി 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇനി അടുത്തതായി പരിശോധിക്കേണ്ടത് മികച്ച ബൗളർമാരുടെ കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഹർദിക് പാണ്ഡ്യയാണ്. 11 വിക്കറ്റാണ് അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ കളിയിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ളത്. അടുത്തതായി ഉമർ ഗുൽ, അദ്ദേഹവും ഇതുപോലെ തന്നെ 11 വിക്കറ്റാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു താരം ഭുവനേശ്വർ കുമാറാണ്, അദ്ദേഹവും 11 വിക്കറ്റാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ റെക്കോർഡുകൾ പിറന്ന പല മത്സരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ മുൻതൂക്കം എപ്പോഴും ഇന്ത്യൻ ടീമിന് തന്നെയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് മത്സരത്തിലേക്കുള്ളത്. കണ്ടു തന്നെ അറിയാം ഇത്തവണ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത്.